ഒരമ്മയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ഉണ്ടായത്. അമ്മ പാല് കൊടുക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാത്ത ഒന്നും അറിയാത്ത കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. 1.5 വയസ്സുകാരൻ വിയാനെ കടലിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിക്കുമ്പോൾ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞ ഈ വാക്കുകൾ ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജി KN പ്രശാന്താണ് ശിക്ഷ വിധിച്ചത്. പിഴയായി 1 ലക്ഷം രൂപ കുട്ടിയുടെ അച്ഛൻ പ്രണവിന് നൽകാനും കോടതി നിർദ്ദേശിച്ചു. നേരത്തെ കേസിൽ ശരണ്യ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ കോടതി കാമുകൻ നിധിനെ വെറുതെ വിട്ടിരുന്നു. കോടതി വിധി കേട്ട് പ്രതി ശരണ്യ പൊട്ടിക്കരഞ്ഞു. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ഇരയാക്കപ്പെടുന്ന കേസുകളിൽ കേരളത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു കേസ് കൂടിയാണിത്. 2020 ഫെബ്രുവരി 17 അമ്മ ശരണ്യ മകൻ 1.5 വയസ്സുകാരൻ വിയാനെ തയ്യിൽ കടൽ തീരത്തെ പാറയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസ്, അതും കാമുകനൊപ്പം സുഖമായി ജീവിക്കാൻ. അന്നുമിന്നും ഇത്തരം കേസുകളിൽ നമ്മളൊക്കെ ചോദിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്. എന്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെ മറ്റൊരു ജീവിതം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടതുണ്ടോ? അമ്മത്തൊട്ടിൽ പോലുള്ള സർക്കാർ കേന്ദ്രങ്ങളിൽ ഉപേക്ഷിക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചുകൂടെ എന്ന്. 1.5 വയസ്സുകാരൻ വിയാൻ കൊല ചെയ്യപ്പെട്ട ഈ സംഭവം പുറത്തു വന്ന നാളുകളിലും കേരളം ഇതേ ചോദ്യം ആവർത്തിച്ചു. സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ പ്രണവിനെതിരെ ശരണ്യയുടെ ബന്ധു പോലീസിൽ പരാതി നൽകി. ശരണ്യക്കെതിരെ പ്രണവും പോലീസിനെ സമീപിച്ചു. ഇതോടെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശരണ്യയാണ് കൊലയാളിയെന്ന് കണ്ടെത്തിയത്. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് മകനെ കൊന്നതെന്നാണ് ശരണ്യ പറഞ്ഞത്. 2020 ഫെബ്രുവരി 17 പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. സംഭവ ദിവസം രാത്രി 2 മണി കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിനൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ശരണ്യ സാവധാനമെടുത്തത്. ഉടനെ കുഞ്ഞും ഭർത്താവും ഉണർന്നു. ആസൂത്രണം പാളാതിരിക്കാൻ പാൽ കൊടുക്കാനെന്ന വ്യാജേന ശരണ്യ കസേരയിൽ കുറേ നേരം കുഞ്ഞുമായി ഒത്തിരുന്നു. ഭർത്താവ് ഉറങ്ങിയെന്ന് മനസ്സിലാക്കി പിൻവാതിൽ തുറന്ന് കുട്ടിയുമായി ഇടുങ്ങിയ വഴിയിലൂടെ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ കടൽ തീരത്തേക്ക് നടന്നു. തുടർന്ന് കുട്ടിയെ കടലിലേക്കിട്ടു. കുഞ്ഞ് കരഞ്ഞതോടെ വീണ്ടും എടുത്തു. പിന്നീട് വീണ്ടും കുഞ്ഞിനെ പാറക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കല്ലിൽ ശക്തിയായി തലയിടിച്ചുണ്ടായ പരിക്കാണ് കുഞ്ഞിൻ്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. കുഞ്ഞിനെ കാണാതായപ്പോൾ ശരണ്യ ധരിച്ച വസ്ത്രത്തിൽ ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യമുണ്ടായതാണ് അന്വേഷണത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായുധം. കുറ്റം ഭർത്താവ് പ്രണവിൽ ചുമത്തിയ ശേഷം കാമുകൻ നിധിനൊപ്പം ജീവിക്കാനായിരുന്നു ശരണ്യയുടെ പദ്ധതി. ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോഴാണ് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കാമുകനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. കേസിൽ പ്രതി ശരണ്യ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇന്ന് കുറ്റം വിധിച്ചത്, അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചത്. ശരണ്യയുടെ ആൺസുഹൃത്തും കേസിലെ 2ാം പ്രതിയുമായ നിധിനെ കോടതി ഇതിനു മുൻപ് വെറുതെ വിട്ടിരുന്നു. ഗൂഢാലോചന, കുറ്റകൃത്യം ചെയ്യാനുള്ള സഹായം, പ്രേരണ എന്നീ കുറ്റങ്ങൾ തെളിയിക്കാനായില്ലെന്ന് വ്യക്തമാക്കിയാണ് കേസിലെ 2ാം പ്രതി നിധിനെ കോടതി വെറുതെ വിട്ടത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ശരണ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും ശേഷം കൊലപാതക കുറ്റം ഭർത്താവ് പ്രണവിന്റെ തലയിൽ കെട്ടിവെക്കാനുമായിരുന്നു പദ്ധതി എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ ഉപയോഗിച്ചാണ് കേസ് തെളിയിച്ചത്. എന്നാൽ 2ാം പ്രതി നിധിനെതിരെ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിനായില്ലെന്നും കോടതി വിലയിരുത്തി. സദാചാര ഗുണ്ടകളെ പോലെയാണ് പോലീസ് പെരുമാറിയത്. ശരണ്യയും നിധിനും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെയും ഫോൺ കോളുകളുടെയും തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് കുട്ടിയെ കൊല്ലാനുള്ള ഗൂഢാലോചനയ്ക്കുള്ള തെളിവാകണമെന്നില്ല. അവർ തമ്മിൽ ബന്ധമുണ്ടായിരിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിധിൻ്റെ വിവിധ രേഖകൾ ശരണ്യയുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് തിരിച്ചു വാങ്ങാൻ ഇയാൾ ശരണ്യയുടെ വീട്ടിൽ പോയെങ്കിലും സാധിച്ചില്ല. അതാണ് അടുത്ത ദിവസം തിരിച്ചു നൽകിയത്. എന്നാൽ ഇത് നൽകുമ്പോൾ 1.5 മണിക്കൂറോളം ഇവർ സംസാരിച്ചു നിൽക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും ഈ സമയം ധരിച്ച വസ്ത്രവും പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ബന്ധുക്കൾ ഉൾപ്പെടെ ഇത് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ഗൂഢാലോചനയ്ക്കുള്ള തെളിവല്ലെന്നും കോടതി പറഞ്ഞു. രാജീവ് ഗാന്ധി വധവും TP കേസും ഉൾപ്പെടെയുള്ള പ്രമാദമായ ഒട്ടേറെ കേസുകളും സാഹചര്യ തെളിവുകൾ ഉപയോഗിച്ചാണ് തെളിയിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ശരണ്യയോട് കോടതി ചോദിച്ചപ്പോൾ 27 വയസ്സ് മാത്രമേ ഉള്ളൂവെന്നും സഹായിക്കാൻ ആരുമില്ലെന്നും മാനസിക പിരിമുറുക്കം ഉൾപ്പെടെയുള്ള അസുഖങ്ങളുണ്ടെന്നും കോടതി ദയ കാണിക്കണമെന്നുമായിരുന്നു പ്രതിയായിട്ടുള്ള ശരണ്യ കോടതിയിൽ പറഞ്ഞത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഭർത്താവ് പ്രണവാണെന്ന് വെടുത്തി തീർക്കാനും ശരണ്യ ആദ്യം മുതലേ ശ്രമിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ സംശയമുന സത്യത്തിൽ ശരണ്യയ്ക്ക് നേരെ നീങ്ങിയില്ല. ഭർത്താവിനെ സംശയിക്കാനാകട്ടെ ഒട്ടേറെ കാരണങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. സ്വമേധയാ വീട്ടിലേക്ക് ചെല്ലുകയും നിർബന്ധം ചെലുത്തി അവിടെ താമസിക്കുകയും ചെയ്തതിലെ അസ്വാഭാവികതയാണ് ആദ്യം സംശയിക്കപ്പെട്ടത്.
ശരണ്യയുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴി മുഴുവനും പ്രണവിനെതിരെയായിരുന്നു. കുഞ്ഞിനെ കാണാതായതിന് പിന്നാലെ പ്രണവിന്റെ ചെരുപ്പുകൾ കാണാതായതും സംശയം ഇരട്ടിപ്പിച്ചു. കുഞ്ഞിനെ അപായപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ പ്രണവിന്റെ ചെരുപ്പുകൾ കടലിലോ മറ്റോ പോയിരിക്കാമെന്ന് പോലീസും സംശയിച്ചു. എന്നാൽ കുഞ്ഞിനെ കാണാതായി വിവരമറിഞ്ഞ് വീട്ടിൽ പലരും വന്നു പോയതിനിടെ ചെരുപ്പ് കാണാതെ പോയതാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. ഭർത്താവ് പ്രണവുമായി അകന്ന് സ്വന്തം മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു ശരണ്യയുടെ താമസം. എന്നാൽ ഞായറാഴ്ച പ്രണവിനെ വിളിച്ചു വരുത്തി വീട്ടിൽ താമസിപ്പിക്കുകയും പിറ്റേന്ന് പുലർച്ചെ 3:30-നും 4:30-നും ഇടയിൽ കൃത്യം നടത്തുകയുമായിരുന്നു ശരണ്യ. വിധി പ്രസ്താവത്തിനൊപ്പം കോടതി പറഞ്ഞ ചില പരാമർശങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കൊലപാതകികളായ ഓരോ അമ്മമാരോടും ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ തന്നെയാണ്. സ്വജീവൻ പണയം വെച്ച് പരന്തിനോട് പോരാടിയാണ് കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുന്നതെന്നും അത് പ്രകൃതി നിയമമാണെന്നും ആ പ്രകൃതി നിയമത്തിന് എതിരായാണ് 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടലിലെറിഞ്ഞു കൊന്ന കേസിലെ പ്രതി ശരണ്യ പ്രവർത്തിച്ചതെന്നും ജഡ്ജി പറഞ്ഞു. ഇത് സമൂഹ മനസാക്ഷിക്ക് തന്നെ ഏറ്റ ആഘാതമാണെന്നും കോടതി വ്യക്തമാക്കി. 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടലിലെറിഞ്ഞ ശേഷം ഒന്നും അറിയാത്ത പോലെ വീട്ടിലെത്തി കിടന്നു. രാവിലെ അയൽവാസികൾക്കൊപ്പം തിരച്ചിൽ നടത്തുമ്പോഴും പ്രതിക്ക് ഭാവമാറ്റമോ പരിഭ്രാന്തിയോ ഉണ്ടായിരുന്നില്ല. നിസ്സഹായനായ കുട്ടിയുടെ അവസ്ഥയും ആലോചിക്കണം. അമ്മ എന്തിനാണ് പാല് തരുന്നതെന്ന് പോലും കുട്ടിക്കറിയില്ല. മാത്രമല്ല ഹയർ സെക്കൻഡറി വരെ പഠിച്ചയാളാണ് ശരണ്യെന്നും നിരക്ഷരയല്ലെന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടി. സത്യത്തിൽ പ്രതിയായ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അത് പോരായിരുന്നു, അവൾക്ക് തൂക്കുകയർ തന്നെ കിട്ടണമെന്ന് തുടങ്ങിയ കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ആ രോഷം ആൺപെൺ വ്യത്യാസമില്ലാതെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സമൂഹം എത്രമാത്രം വെറുക്കുന്നുവെന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.